ഇന്നത്തെ എൻ്റെ യാത്ര അഴീക്കൽ ബീച്ച്. ഞാൻ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് പടിഞ്ഞാറോട്ടാണ് പോയത്. അഴീക്കൽ റോഡ് കയറുന്നതിന് മുമ്പേ അഴീക്കൽ പാലമുണ്ട്. ആ പാലമാണിത്. ആ പാലത്തിൻ്റെ കീഴിൽ കൂടെ ഈ കായൽ തീരത്ത് വരാനെക്കൊണ്ട് വഴിയുണ്ട്. ഇവിടെ ബോട്ടുകളൊക്കെ മെയിൻ്റനൻസ് പണികളൊക്കെ ചെയ്യുന്നതൊക്കെ ഇടങ്ങളാണ്. പിന്നെ ഡീസൽ അടിക്കുന്നത്, പിന്നെ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്ന ഒരു ഇടമാണ് ഇത്. ഞാൻ ചായ കുടിക്കാൻ കയറിയ ഒരു കടയിലെ കുഞ്ഞ. ആദ്യമൊക്കെ എൻ്റെ അടുത്തില്ല, പിന്നെ അങ്ങ് ലോഹ്യമായി. ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ വരുന്നോ, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ പിടിച്ച് റോഡിൽ വരെ ഇറങ്ങി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എടുത്തുകൊണ്ട് അമ്മയുടെ കയ്യിൽ അങ്ങ് ഏൽപ്പിച്ചു. നമ്മൾ അഴീക്കിലേക്ക് വരുമ്പോൾ ആദ്യമേ ആലപ്പാട് ഫിഷിംഗ് ഹാർബറാണ് ഇതും കയറി കാണാനൊക്കെ പറ്റിയ ഒരിടമാണ്. ഇപ്പം ഞാൻ വന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 മണി 2 മണിക്ക് ഇടയ്ക്കായിട്ടാണ്. ഒരു 3 മണി 4 മണി അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് അന്നന്ന് മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകൾ ഒരു 3 മണി 4 മണി ആകുമ്പോഴത്തേക്ക് കരയ്ക്ക് വരും. ഈ ഹാർബറിൽ വന്നിട്ട് ആണ് മീൻ ലേലം വിളിക്കുന്നത്. നമ്മൾ ബീച്ച് കാണാനും ഈ ഹാർബർ കാണാനും ഒക്കെ പോകുമ്പോൾ വാഹനത്തിൽ ഒരു ബക്കറ്റ് ഒക്കെ ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ലേലത്തിൽ മീൻ പിടിക്കാം. ലേലവും കാര്യങ്ങളൊക്കെ ഒരു ഏകദേശമൊക്കെ നമുക്കൊരു ധാരണയും ഒക്കെ കാണണം. ന്യായമായിട്ടുള്ള വിലയ്ക്ക് കിട്ടും. ഇതാണ് അഴീക്കൽ വലിയ പാലം. ഞാനവിടെ കയറിയ ഭാഗം കൊല്ലമാണ്. ഇതിൻ്റെ മറു സൈഡ് ആലപ്പുഴ ജില്ലയാണ്. ഒരു തല കൊല്ലം ജില്ലയിലും മറുതല ആലപ്പുഴ ജില്ലയിലുമാണ്. ഇതിന് വലിയ 3 ആർച്ചാണ്. ആ ആർച്ചൊന്ന് കാണാൻ തന്നെ ഉള്ളതാണ്. ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ബോസ്റ്റിംഗ് ആർച്ച് പാലമാണിത്. ഈ ആർച്ചിന് പറയുന്ന പേരാണ് ബോസ്റ്റിംഗ്. ഇത് ഒരു 3-4 വർഷത്തിന് മുമ്പാണ് 4 വർഷത്തിന് മുമ്പാണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. ഏകദേശം 136 കോടി രൂപ കൊടുത്ത് പണിതതാണ്. നമ്മൾ കൊല്ലം ജില്ലയിൽ നിന്ന് പാലം കയറി ആലപ്പുഴ ജില്ലയിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ കാണുന്ന ഭാഗങ്ങൾ. ഇവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട്. ലൈറ്റ് ഹൗസിലേക്ക് കയറുന്നതിന് പ്രത്യേക സമയവും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. 20 രൂപയാണ് പാസ്. അകത്ത് ലിഫ്റ്റൊക്കെ ഉള്ളതാണ്. ഞാൻ കൊല്ലം തങ്കശ്ശേരി പോയി ലൈറ്റ് ഹൗസിൽ കയറിയപ്പോൾ നടന്നു വേണം എൻ്റെ മുകൾ ഭാഗം വരെ കയറാൻ. ഇവിടെ ലിഫ്റ്റാണ്. അവിടുന്ന് തന്നെ കടലിലേക്ക് കല്ലുകൾ നിരത്തി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ആ മറുതല കാണുന്നതാണ് അഴീക്കൽ ബീച്ച്. ഇതിൻ്റെ സെൻട്രൽ കോഡാണ് ഇത് കായലും കടലും കൂടെ ചേരുന്ന ഭാഗമാണ്. ഇതുവഴിയാണ് ആ ഫിഷിംഗ് ബോട്ടുകളെല്ലാം വന്ന് ആദ്യം കാണിച്ച് ആ ഹാർബറിലേക്ക് വരുന്നത്. ഈ ആലപ്പുഴ തുടങ്ങുന്ന പാലം തുടങ്ങുന്ന അവിടെയും ഒരു ഫിഷിംഗ് ഹാർബറുണ്ട്. ഞാൻ അവിടുത്തെ വീഡിയോ എടുക്കാനൊക്കെ ചെന്നപ്പോൾ അവിടെ ബോട്ടുകളൊന്നും അടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആളും പേരും ആരും അവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ചെയ്തില്ല. ഈ പാലത്തിൻ്റെ ഒരു തലയ്ക്കും മറുതലയ്ക്കും രണ്ടിടത്തും ഫിഷിംഗ് ഹാർബറുണ്ട്. ഇതുവഴി നമുക്ക് ബൈക്ക് കൊണ്ട് വരാം. കാർ വരാനുള്ള സ്ഥലമുണ്ട്. പക്ഷേ നമ്മൾ ഏകദേശം ഒരു 1 കിലോമീറ്ററോളം കടലിലേക്ക് ഇങ്ങനെ കല്ല് നിരത്തിയിട്ടേക്കുക. കാർ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ റിവേഴ്സിൽ തന്നെ വാഹനം തിരിച്ച് വരേണ്ടി വരും. അവിടെ തിരിക്കാനൊന്നും യാതൊരു സൗകര്യമില്ല. അതുകൊണ്ട് ആ ലൈറ്റ് ഹൗസിനോട് ചേർന്ന്
അവിടെ പാർക്കിങ്ങിന് സൗകര്യമുണ്ട്. അവിടെ വാഹനം നിർത്തിയിട്ട് വേണം നടന്നു പോകാൻ. ഇതാണ് അഴീക്കൽ ബീച്ച്. അതിഭയങ്കര തിരക്ക് ഉള്ളൊരു ബീച്ചാണ്. ശനി, ഞായർ, പിന്നെ മറ്റ് അവധി ദിവസങ്ങൾ, അന്നാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക്. ഞാൻ അവിടെ ഒരു കടയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, ചില സമയത്തൊക്കെ 2-3 കിലോമീറ്റർ നീളത്തിൽ വാഹനങ്ങൾ വന്ന് കിടക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തിരക്കുള്ളതാണ്. ഞാൻ നട്ടുച്ച സമയത്ത് വന്നുകൊണ്ട് ടൂറിസ്റ്റുകളൊന്നും വരുന്ന ഒരു സമയമല്ല. അതുകൊണ്ടാണ് ബീച്ച് വിജനമായിട്ട് കിടക്കുന്നതായിട്ട് തോന്നുന്നത്. അങ്ങിങ്ങാട്ടൊക്കെ ആളൊക്കെ ഉണ്ട്. പക്ഷേ ഈ നല്ല വെയിലായതുകൊണ്ട് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ തണലത്ത് മാറി നിൽക്കുക. ആ ബീച്ചിൻ്റെ അവിടുന്ന് കടലിലേക്ക് കല്ല് നിരത്തേക്കുന്ന അതുവഴി ഒരുപാട് ആൾക്കാർ നടന്ന് കടലിൻ്റെ ആ സെൻറ്ററിലോട്ട് നിറച്ച ആൾക്കാർ പോകുന്നുണ്ട്. ബീച്ചിലേക്കൊന്നും ആൾക്കാർ ഇറങ്ങാൻ വരുന്നില്ല. വെയിലാണ് മെയിൻ വില്ലൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും ആർക്കും ഇറങ്ങി കുളിക്കുകയോ ചാട്ടവും മറിച്ചിലും എല്ലാം നടത്താൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഏരിയയും ഒരുപാടുണ്ട്. വാഹനങ്ങളൊക്കെ ആ പാർക്ക് ചെയ്യുന്ന ആ ഭാഗത്ത് വന്നപ്പോൾ ഈ ലൊക്കാലിറ്റി തന്നെ ഉള്ള പിള്ളേർ സെറ്റാണ്, ചൂണ്ടയിടിയില്ല. ഈ കാണുന്നത് കായലും കടലും കൂടെ ഒത്തുചേരുന്ന അഴിമുഖം എന്ന് പറയാം. അതുകൊണ്ട് ലൈറ്റ് ഹൗസ് ആദ്യമേ കാണിച്ചത് ഇതിൻ്റെ മറുതല അങ്ങേ സൈഡാണ് ആദ്യം ഞാൻ കാണിച്ചത്. ഇവിടൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഇടങ്ങളാണ്. പേ പാർക്കിംഗ് ആണ്. ഞാനിറങ്ങി അടിപൊളി ഒരു കുളിയൊക്കെ കുളിച്ചു. എൻ്റെ കൂടെ വന്ന കൂട്ടുകക്ഷി പുള്ളിക്കാരനൊരു പേടി, പുള്ളിക്കാരൻ ഇറങ്ങിയില്ല. എനിക്ക് നല്ല ചൂടും. കാരണം ഞാൻ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് ഞാൻ നട്ടാ വെയിലത്ത് നിൽക്കുക. എനിക്കതുകൊണ്ട് നല്ല ചൂടുണ്ട്. ആശാൻ ഇങ്ങോട്ടൊന്നും വന്നില്ല. പുള്ളിക്കാരൻ അവിടെ തണലത്ത് ഇരുന്നു. എന്നിട്ട് ഇതെല്ലാം ടൂറിസ്റ്റുകൾ വരുമ്പം അവർക്കുള്ള ഐസ്ക്രീമും ചെറിയ ചെറിയ കടികളും വെള്ളവും മറ്റു പാനീയങ്ങളും ഒക്കെ വിൽക്കുന്ന ചെറിയ ചെറിയ കടകളാണ്. അഴീക്കൽ ഒരു ഫാമിലി ട്രിപ്പായിട്ട് വന്നാൽ കണ്ട് ആസ്വദിച്ച് മടങ്ങാനെ കൊണ്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. ഈ പാലത്തെ കൂടെ തന്നെ വാഹനത്തിൽ പോകുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലല്ല, ആ ആർച്ച് ഭയങ്കര ഹൈറ്റാണ്. അന്നേരം എല്ലാവരും അഴീക്കൽ ബീച്ചിൽ വന്നാൽ ഒരു നല്ല ഒരു സമയം പോക്കിനുള്ള എല്ലാം ഈ ബീച്ചിലുണ്ട്. ഇത് ഞാൻ ആദ്യം കാണിച്ച ആ ബോട്ടും കാര്യങ്ങളൊക്കെയാണ്. ആ പാലവും ആ പാലത്തിൻ്റെ കീഴ് സൈഡും ഒക്കെയാണ്.